ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 12, സഹാഗുണിലെ വിശുദ്ധ ജോണിന്റെ തിരുനാൾ. സ്പെയിനിൽ സെയിന്റ് ഫഗുണ്ടസിൽ ജനിച്ച ജോൺ 26-ാമത്തെ വയസ്സിൽ പുരോഹിതനായ ഉടനെ തന്നെ അധികാരവും ധനസാധ്യതകളുമുള്ള വൈദിക സ്ഥാനങ്ങളിൽ നിയമിതനായി. തൻ്റെ ജീവിതം തികച്ചും ലൗകികമാണെന്ന് എന്ന ചിന്തയാൽ ആ ദൈവിക സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചു. ദാരിദ്ര്യത്തിലും ആശാനിഗ്രഹത്തിലും ജീവിക്കാൻ തുടങ്ങി. സലമാങ്കയിൽ 4 കൊല്ലം ദൈവശാസ്ത്രം പഠിച്ചു. അനന്തരം കുറെ കാലം തീഷ്ണതയോടെ വൈദിക വൃത്തി ചെയ്തു. 1463 അദ്ദേഹം അഗസ്റ്റിൻ സഭയിൽ ചേർന്നു. നോവിഷ്യറ്റിൽ തന്നെ അദ്ദേഹം ഒരു ഉത്തമ സന്യാസിയെപ്പോലെ കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും നഗരത്തിൽ വലിയ മാനസാന്തരം വരുത്തി. തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാനും കക്ഷികളെ അനുരഞ്ജനത്തിലെത്തിക്കാനും ജോണിന് നല്ല കഴിവുണ്ടായിരുന്നു. കുറേ നാൾ ഫാദർ ജോൺ നവസന്യാസ ഗുരുവായിരുന്നു. 1471 മുതൽ പ്രിയോരും സഭയുടെ ചൈതന്യം പാലിക്കുന്നതിൽ അദ്ദേഹം സർവദാ വിജയിച്ചിരുന്നു. മാതൃക വഴിയാണ് അദ്ദേഹം കീഴുള്ളവരെ ഭരിച്ചത്. ഭൃത്യരെ ദ്രോഹിച്ചിരുന്ന ഒരു പ്രഭുവിനെ ഫാദർ ജോൺ ഒരിക്കൽ ശാസിച്ചതു കാരണം അദ്ദേഹം ജോണിനെ വധിക്കാൻ 2 പേരെ അയച്ചു. അവർ അദ്ദേഹത്തിന്റെ വിശുദ്ധ മുഖം കണ്ടതോടെ ദുഷ്ടവിചാരം തള്ളി മാപ്പപേക്ഷിച്ചു. പ്രഭു രോഗബാധിതനായപ്പോൾ ഫാദർ ജോണിനോട് ക്ഷമാപണം നടത്തി. ഒരിക്കൽ ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തിയപ്പോൾ അതിനു കാരണക്കാരിയായ പ്രഭി ഫാദർ ജോണിന് വിഷം കൊടുത്തു. 1479 ജൂൺ 11-ാം തീയതി അദ്ദേഹം മരിച്ചു. 1609 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 1690 വിശുദ്ധനായും പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധ സഹാഗുണിലെ ജോണേ, ഞങ്ങൾക്കു വേണ്ടി ഈ ദിനം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.